വലിയൊരാഗ്രഹമായിരുന്നു ഈ ഡയമണ്ട് പെയിൻറ്റിങ് ഒന്ന് ചെയ്യണമെന്നുള്ളത്. എന്നിട്ട് ഞാനിത് സാധനം വാങ്ങിച്ച് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു 1 വർഷത്തോളമെങ്കിലും ആയിട്ടുണ്ട്. ഞാൻ ഓർഡറാക്കിയത് യൂണിക്കോണിൻ്റെ പെയിൻറ്റിംഗ് ആയിരുന്നു ഞാൻ ഓർഡർ ചെയ്ത്. പക്ഷേ എനിക്ക് സംഭവം കിട്ടിയപ്പോഴത്തേനും വേണ്ടി ഈ ഒരു മഷ്റൂമാണ് എനിക്ക് കിട്ടിയത്. എനിവേ ഞാൻ റിട്ടേൺ ഒന്നും ചെയ്തില്ല. പക്ഷേ എനിക്ക് ചെയ്യണമെന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ റിട്ടേൺ ഒന്നും ചെയ്തില്ല. കിട്ടിയതാട്ടെ എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ വെച്ചു. അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാലും. പക്ഷേ ചെയ്യുന്തോറും ആ ഒരു ഫിനിഷിങ്ങിലോട്ട് അതിൻ്റെ ആ ഒരു ഫൈനൽ ഔട്ട്പുട്ടിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കിന് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റാണ്. നല്ല ഭംഗിയാണ്. ഇനിയിപ്പോട്ടും ഡ്രോയിങ് അറിയാൻ വയ്യാത്തവർക്കും പെയിൻറ്റിങ് അറിയാൻ വയ്യാത്തവർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പെയിൻറ്റിങ്ങാണ്. പക്ഷേ സമയമെടുക്കും, നല്ല ക്ഷമയും വേണം. കറക്റ്റായിട്ട് തന്നെ അതിനെ അനുസരിച്ച് ഒട്ടിച്ച് കൊണ്ടുപോകാന്ന് പറയുന്നത് ഒരു ഇച്ചിരി മെനക്കേടാണ്. പിന്നെ ഓരോ കളറിനും അനുസരിച്ച് നമ്മുടെ ഈ ഒരു പ്രിൻ്റ് വന്നിരിക്കുന്ന ഈ ഒരു പേപ്പറിൽ ലെറ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഡയമണ്ട്സ് വന്നിരിക്കുന്ന കവറയിലും ലെറ്റേഴ്സ് ഉണ്ട്. അതിനനുസരിച്ച് കട്ട് ചെയ്ത് നമ്മുടെ ഡയമണ്ട് എടുക്കുക, ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെയാണ് ഈ ഒരു പെൻ ടൈപ്പിൽ ഈ ഒരു സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഐറ്റം കിട്ടുന്നത്. ഇതെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഈ നമ്മുടെ ഈ ഡയമണ്ട് ഇടാനുള്ള ചെറിയൊരു ട്രേ പോലൊക്കെ കിട്ടുന്നുണ്ട്. അതെൻ്റെ നിന്ന് മിസ്സായിപ്പോയി. ഞാൻ പറഞ്ഞില്ല, ഇത് വാങ്ങിച്ച് വെച്ചിട്ട് നാളുകളായതുകൊണ്ട് തന്നെ അതെൻ്റെ നിന്ന് പോയി. പിന്നെ ഞാൻ എൻ്റെ കൈ കിട്ടിയ ഒരു തട്ടിക്കൂട്ട് സാധനത്തിൻ്റെ അകത്തിട്ടാണ് ഞാനിത് സ്റ്റിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിവേ ഇത് ചെയ്തുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇങ്ങനെ ഓരോ കളറും ഇങ്ങനെ ഫില്ല് ചെയ്ത് വരുന്നത് കാണുമ്പോഴും ഭയങ്കര ഒരു ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ ക്ഷമ എന്തോരം ഉണ്ടെന്നുള്ളതും അറിയാനായിട്ടും കൂടെ പറ്റും. എനിക്ക് നല്ല ക്ഷമയുണ്ടായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴായിരുന്നു മനസ്സിലാക്കിയത്. ഇത്രയും ക്ഷമ എനിക്കുണ്ടായിരുന്നത്. പക്ഷെ ഞാനിത് ഒറ്റയിരിപ്പിനൊന്നും തീർത്തില്ല. 2-3 ദിവസം എടുത്തൊക്കെയാണ് ഞാൻ തീർത്തത്. എനിക്ക് ഫ്രീ ആയിട്ട് എനിക്ക് മൂഡ് അനുസരിച്ചൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ ഞാൻ പെട്ടെന്ന് ഈ ഒറ്റയിരിപ്പിനൊന്നും തീർത്തില്ല. ഒന്നാമത് എനിക്കിപ്പം വീഡിയോ ചെയ്യുന്നതിനോട് ഒരു തുള്ളി പോലും താല്പര്യമില്ലാതെ മൈൻഡ് ആകെപ്പാടെ ഒരുമാതിരി ആയിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഇതും കൂടെ ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ അടുത്ത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ഞാൻ എന്തായാലും തീർച്ചയായിട്ടും അത് എൻജോയ് ചെയ്തേ ഞാൻ ചെയ്യത്തുള്ളൂ. എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ മൈൻഡ് സെറ്റല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ചെയ്യാൻ തോന്നിയില്ലായിരുന്നു. ഇതൊന്നും ചെയ്യാനേ തോന്നില്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തട്ടിക്കൂട്ടി ചെയ്ത ഒരു പെയിൻറ്റിങ്ങാണ്. ബാക്കി